മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചോതി നക്ഷത്രക്കാരുടെ അതായത് വിഷുവിന് ശേഷമുള്ള ഫലങ്ങളെക്കുറിച്ചും പൊതുവായ 2024 ഈ വർഷത്തിലെ ഫലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വിഷു സംക്രമം കഴിഞ്ഞാൽ ചോതി നക്ഷത്രക്കാർക്ക് അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതായത് വിഷു സംക്രമണത്തിന് ശേഷം കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ ചോതി നക്ഷത്രക്കാർക്ക്. ഈ കാലഘട്ടത്തിൽ ക്ഷമയും വിവേകവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. ക്ഷമയ്ക്കും, അതായത് ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ക്ഷമയ്ക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതുപോലെ വിവേകപൂർണമായ കാര്യങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ദൈവാനുഗ്രഹവും കഠിനാധ്വാനവും ശരിയായ തീരുമാനങ്ങൾ എന്നിവയിലൂടെ മാത്രമേ ഈ കാലത്തെ നമ്മുടെ വെല്ലുവിളിയെ മറികടന്ന് വിജയത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ദൈവാനുഗ്രഹം ധാരാളമായി വേണം. അപ്പോൾ ദൈവാനുഗ്രഹം ധാരാളമായി കിട്ടണമെങ്കിൽ എന്ത് വേണം? നന്നായി ദൈവത്തെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കാൻ ചോതി നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലയളവിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ആരോഗ്യം സംബന്ധിച്ച് ചില ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ വന്നു ചേരാം. അനാരോഗ്യം, ചെറിയ ചെറിയ അപകടങ്ങൾ തുടങ്ങിയ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതിനാൽ ഈ കാലഘട്ടത്തിൽ അല്പം ജാഗ്രതയോടുകൂടി കാര്യങ്ങളിൽ ഇറങ്ങേണ്ടതും കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതും ആണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഭക്ഷണ കാര്യങ്ങളിലും എല്ലാം മരുന്ന് രാവിലെയൊക്കെ വെറും വയറ്റിലും ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആവും. ചിലപ്പോൾ മറന്നൊക്കെ പോകുന്ന അവസരങ്ങൾ വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ളത് വന്നു ചേരാതെ കുടുംബാംഗങ്ങളോട് പറഞ്ഞ് സമയാസമയം മരുന്നുകൾ കഴിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. മധ്യവയസ്സിന് താഴെയുള്ളവർക്ക് ഈ കാലയളവ് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. ചില നല്ല കാര്യങ്ങൾക്കൊപ്പം തന്നെ ചില വെല്ലുവിളികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അസ്ഥി, ത്വക്ക് രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും കൂടുതലായി കാണുന്ന ഒരു സമയമാണ്. വിദേശ യാത്രയ്ക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത്. യാത്ര ആസൂത്രണം ചെയ്യുന്ന വേളകളിൽ വളരെ ജാഗ്രത പാലിക്കേണ്ടതും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തയ്യാറെടുപ്പും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രവർത്തനങ്ങളും അത്യാവശ്യമാണ്. ഗവേഷകർക്ക്, ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധ്യതയുണ്ട്. പുതിയ ആശയങ്ങൾ, പുതിയ നൂതനമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. ആത്മവിശ്വാസം വളരെ വർദ്ധിക്കുന്ന സമയമാണ്. പുതിയ അവസരങ്ങൾ ഏറ്റെടുക്കാനും ലക്ഷ്യങ്ങൾ നേടാനും ഇതൊരു നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് ശത്രുദോഷവും തടസ്സങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴും, അതായത് നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ നമ്മുടെ ശത്രുവാക്കി മാറ്റുന്ന ഒരു അവസരങ്ങൾ വന്നേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ക്ഷമയോടെയും ധൈര്യത്തോടെയും വേണം പല കാര്യങ്ങളെ നേരിടാൻ. ന്യായമായ ആവശ്യങ്ങളെല്ലാം നിറവേറപ്പെടും. വരവറിയാതെയുള്ള ചെലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതിനാൽ ചെലവുകൾ ചെയ്യുമ്പോൾ സമയത്തൊന്ന് സൂക്ഷിക്കണം. ഒരു കരുതൽ ഉണ്ടായിരിക്കണം എപ്പോഴും. സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും വളരെ ശ്രദ്ധാലുവായിരിക്കുക. സന്താന ദുഃഖം, പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി മനസ്സമാധാനം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ വരും എങ്കിൽ പോലും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി സമീപിക്കേണ്ടതാണ്. ദൈവാനുഗ്രഹം വളരെ നന്നായി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഇത്. ഇനി ചോതി നക്ഷത്രത്തിൽ ജനിച്ച 9 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കുടുംബാംഗങ്ങൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രാഹുദശ ചില വെല്ലുവിളികൾ കുട്ടികൾക്ക് നേരിടേണ്ടതായി വന്നേക്കാം. അതുപോലെ തന്നെ മാതാവിന് അഗ്നിബാധ, വീഴ്ച, അപകടങ്ങൾ, ഒടിവ്, ചതവ് എന്നിവയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ദശയിൽ അപകട സാധ്യത കൂടുതൽ ആയതിനാൽ മാതാവ് വളരെ ശ്രദ്ധാലു ആയിരിക്കണം കുട്ടികളുടെ കാര്യങ്ങളിൽ. പലതരത്തിലുള്ള അലർജികൾ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചേക്കാം. പനി തുടങ്ങിയ കാര്യങ്ങളും അടിക്കടി കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ പിതാവിന് വിദേശ ജോലിക്ക് അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ മാതാപിതാക്കൾ തമ്മിലും ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുട്ടികൾക്ക് കഫജന്യമായ രോഗങ്ങളൊക്കെ വരുന്ന ഒരു അവസരം കൂടിയാണ്. അതിനാൽ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി 25 വയസ്സിന്
വയസ്സ് വരെയുള്ള വ്യാഴദശയിലുള്ള വ്യക്തികൾ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി, വിദ്യാഭ്യാസം, വിവാഹം, കുടുംബം, തൊഴിൽ എന്നിവയെ ബന്ധപ്പെട്ട് സമ്മിശ്ര ഫലങ്ങളായിരിക്കും 25 വയസ്സ് വരെയുള്ള വ്യാഴദശയിലുള്ള ചോതി നക്ഷത്രക്കാർക്കുണ്ടാകാൻ പോകുന്നത്. അതുപോലെ വ്യാഴസ്ഥാനം അനുസരിച്ച് വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയിൽ രാജാവോ യാചകനോ ആയി മാറാനുള്ള സാധ്യതയും കാണുന്നു. അതായത് രാജാവിന് തുല്യനായി വാഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു യാചകൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം, ദാരിദ്ര്യം എന്നിവ വരാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ വഴി ധാരാളം ധനം സമ്പാദിക്കാൻ അതാ പറയുന്നത് രാജാവോ യാചകനോ. അപ്പോൾ കടങ്ങളും ദുഃഖങ്ങളും വരാനുള്ള സാധ്യത ഒരു വശത്തുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി ഉയരാനുള്ള ഒരു സാധ്യതയും മറുവശത്ത് കാണുന്നുണ്ട്. വ്യാഴദശയുടെ അവസാന സമയത്ത് ജാതകക്കാരുടെ പിതാവോ തത്തുല്യയോ മറ്റാരോ ആളുകൾക്കോ ശാരീരിക ദുഃഖങ്ങളും അതുമൂലം നമുക്ക് വിഷമങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ 44 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ശനിദശ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ്. നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ആ സമയം നക്ഷത്രക്കാർക്ക് വരുന്നതായിരിക്കും. സകല കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്യജാതിയിൽ നിന്നും കൃഷിഭൂമിയിൽ നിന്നും ധാരാളം സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ്. ദുർനടപ്പുകാരുമായുള്ള സമ്പർക്കങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ കൂട്ടു പങ്കാളിത്തത്തോടുള്ള ബിസിനസ്സൊക്കെ ഏർപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ 61 വയസ്സ് വരെയുള്ള ബുധദശ ഒരു സമയം കാലത്ത് ഉച്ചരാശിയിൽ ബുധൻ ജാതകർക്ക് അക്കങ്ങളിലൂടെയും കീർത്തിയും ധനസമ്പാദന സ്രോതസ്സുകളും തുറന്നു തരുന്ന ഒരു സമയമാണ്. എഴുത്തു വഴിയും കണക്ക് വഴിയൊക്കെ വിജയം കിട്ടുന്ന ഒരു സമയമാണ്. ഈ കാലയളവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ ഈ ദശയുടെ അവസാന സമയം വാഹന ലാഭം, തൊഴിലിൽ ഉന്നതി എന്നിവ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തനിക്കോ സ്വയമോ തൻ്റെ ചുമതലയുള്ളവർക്കോ വിവാഹം നടത്താനും അതിൽ മുന്നിട്ട് നിന്ന് വിവാഹം നടത്താനൊക്കെയുള്ള ഒരു സമയം കൂടിയാണ്. ഈ വിഷു സംക്രമണം വർഷത്തിൽ 2 പ്രധാന രാശിമാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മെയ് മാസത്തിലെ വ്യാഴമാറ്റം ഭൂമി നേട്ടം കൊണ്ടുവരുന്ന ഒരു സമയമാണ്. നക്ഷത്രക്കാർക്ക് പുതിയ വസ്തുക്കൾ നേടാനും നിലവിലുള്ളത് വിപുലീകരിക്കാനുമുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങളിൽ പിതാവിൽ നിന്നും ചില ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സമയമാണ്. 2025 മാർച്ച് മാസത്തിലെ ശനിമാറ്റം കീർത്തി, ധനലാഭം, സർവ്വകാര്യ വിജയം എന്നിവ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ ജോലിയിൽ പുരോഗതി ലഭിക്കാനും പുതിയ അവസരങ്ങൾ വന്നു ചേരാനും 2025 നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചോതി നക്ഷത്രക്കാർക്ക് ആദിത്യൻ, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലം അത്ര സുഖകരമാകില്ല. വെള്ളിയാഴ്ച ചോതി വരുന്ന ദിവസം നിശ്ചയമായും നിങ്ങൾ അതിനാൽ ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചോതി, ചതയം, തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും വഴിപാടുകളും കഴിപ്പിക്കുക. നവഗ്രഹങ്ങളെയും രാഹുവിനെയും ശുക്രനെയും പ്രീതിപ്പെടുത്തുക. വെള്ള, കറുപ്പ്, ഇളം നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. അതായത് അവനവൻ്റെ നക്ഷത്രത്തിന് യോജിച്ച വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നിറങ്ങൾ ഒക്കെ ധരിക്കുന്നതും അത് നമ്മളുടെ ഭാഗ്യത്തെ ഇരട്ടിയാക്കുന്നതിന് സഹായിക്കും. ലക്ഷ്മി ദേവിയെയും അന്നപൂർണ ദേവിയെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുന്നതും ഹനുമാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ചോതി നക്ഷത്രത്തിൻ്റെ മൃഗമായ എരുമയെ ഒരിക്കലും നിങ്ങളാൽ നിങ്ങൾ ഉപദ്രവിക്കാൻ ഇടവരരുത്. അപ്പോൾ അതൊക്കെ ദോഷത്തിനും കാരണമാകുന്നതാണ്. അപ്പോൾ പൊതുവായ 2024 ചോതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളും അവരുടെ ദശാകാലങ്ങളെക്കുറിച്ചുമുള്ള അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമസ്കാരം.